ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സിനിമയ്ക്ക് പോകാൻ റെഡി ആവുകയാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു കുർത്തയാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വെക്കാം. കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു കുർത്ത. ഞാൻ പറ്റിയാൽ ഈ വീഡിയോയിൽ ടാഗ് ചെയ്ത് വിടാം കേട്ടോ, ലിങ്ക്. അപ്പം ജസ്റ്റ് ഞാൻ ഈ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ സ്ട്രോബെറി ഡ്യൂ സ്റ്റോപ്പ് ക്രീം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സിനിമയ്ക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറേ വാരി പുത്തി തേക്കണ്ടെന്ന് വിചാരിച്ചു. കുറേ പേര് മറ്റേ വ്ളോഗ് കണ്ടിട്ട്, നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗ് കണ്ടിട്ട് ചോദിച്ചിരുന്നു, ഡിവൈൻ വാങ്ങിച്ച ചെരുപ്പ് കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ വാങ്ങിച്ച ചെരുപ്പ് ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതൊക്കെ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ നല്ല നല്ല ചെരുപ്പാണ് കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പം ഞാനത് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ. അത് ഇതാണ് ആ ചെരുപ്പ്. ഭംഗിയുള്ള ചെരുപ്പാട്ടോ, കംഫർട്ടബിൾ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ തരുന്ന ഒരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം റെഡി ആവാൻ ഞാൻ പറഞ്ഞില്ലേ, ഇത് മാത്രമേ ഉള്ളൂ ഈ സ്റ്റോപ്പ് ക്രീം. ഇത് ഞാൻ പുതിയതായിട്ട് എന്ന് വെച്ചാൽ ഒരു 2-3 മാസമായിട്ട് ഈ ഒരു സ്റ്റോപ്പ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല മണമാണ് കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അത്. ലിപ്സ്റ്റിക്ക് ഇടുക, ഇത്രേ ഉള്ളൂ. ഓൾറെഡി 9:30 ഈ സമയം. 10 മണിക്കാണ് ഷോ നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ വണ്ണിൻ്റെ പിന്നെ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ സ്റ്റേസിൻ്റെ 9 to 9 ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതിനോട് ഒരു ഗ്ലോസും ഇപ്പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ ആണോ, നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണത്. ഇത് അതിൻ്റെ ഒരു ഞാൻ ഉണങ്ങിയിട്ടിട്ട് കാണിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്രഷിലാവും. ഇനിയിപ്പോൾ മുടി ചെയ്യുക, അങ്ങനത്തെ കുറച്ച് പരിപാടിയേ ഉള്ളൂ കേട്ടോ. അധികം സമയമില്ല. ചെരുപ്പ് കാലിൽ ഓടി ഇട്ട് വെക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഡോമച്ചേട്ടൻ വിളി തുടങ്ങും. 9:30 മറ്റേ മണിയുടെ പോലെയാണ്, വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ചെരുപ്പ്. ഭയങ്കര ഇത് എനിക്ക് ഡോൺ ചേട്ടൻ സെലക്ട് ചെയ്ത് തന്ന ചെരുപ്പാണ് കേട്ടോ. ഡോൺ ചേട്ടൻ ഞാൻ സെലക്ട് ചെയ്ത് വേറെ ചെരുപ്പാണ്, പക്ഷെ ഡോൺ ചേട്ടന് ഇഷ്ടമായത് ഈ ചെരുപ്പാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതലും ഡോൺ ചേട്ടൻ എന്താ ഇഷ്ടം എന്ന് പറയുന്നതായിരിക്കും ഞാൻ കൂടുതലും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ മുടി ചെയ്യിക്കിട്ട് വന്നിട്ട് വർത്താനം പറയാവേ. അപ്പോൾ അതെ, മുടിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. വലിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേഗം താഴെ പോവാം, അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ വിളിച്ചു തുടങ്ങും. അങ്ങനെ അതെ, എല്ലാവരും റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഡാഡി ഓൾറെഡി പിള്ളേരെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വരുന്ന വഴി ഡാഡി ഹൈലൈറ്റ് മോളിൽ കയറും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്രീ പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാം കൃത്യസമയത്ത് നടന്നു കേട്ടോ. ഡിമ്പിള് വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മീൻ വറക്കാനുണ്ടായിരുന്നു, തേക്കാൻ വെക്കാൻ ഡിമ്പിള് വിട്ടുപോയി. അപ്പോൾ അതൊക്കെ തേച്ച് വെച്ചു. പിന്നെ ഇനി വരുമ്പോൾ ബാക്കി വറക്ക കുറച്ച് മാത്രം വറുത്തു, കാരണം നമുക്ക് പോകാൻ സമയമായതുകൊണ്ട് തന്നെ. അപ്പോൾ 10 മണിയുടെ ഷോ ആണ് കേട്ടോ നമ്മളെടുത്ത്. എന്നാലേ പിള്ളേരെ തിരിച്ചു വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഷോ തുടങ്ങുന്നതിന് ഒരു 5 മിനിറ്റിന് മുമ്പേ നമ്മൾ അവിടെ കയറുകയുള്ളൂ, സ്ക്രീനിൽ കയറ്റുകയുള്ളൂ. അതുവരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ സമയത്ത് എത്തണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ദൃഷ്ടിയായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇനി വല്ല ഹിൻഡ് വല്ലതും ഇട്ട് തരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ഡാഡി ഓൾറെഡി നമ്മളെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ഡാഡി പിള്ളേരെ വിടുക, നേരെ ഇങ്ങോട്ട് വരിക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലെത്തി. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഒന്നും നമ്മുടെ ഇവിടെ പാർക്കിങ്ങിലില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പോകുമ്പോഴേ പറഞ്ഞു, എനിക്ക് കുറച്ച് സാധനം ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്, അതായത് കുറച്ച് ഫുഡ് വാങ്ങിക്കാനുണ്ട് എന്ന് വെച്ചിട്ട് പാക്കറ്റ് ഫുഡാണ് കേട്ടോ. പിള്ളേർക്ക് ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ 1-2 ആഴ്ച വീട്ടിൽ കാണും. ഇതാണ് കേട്ടോ നമ്മുടെ ചെരുപ്പ്. ഞാൻ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചതാണേ. അങ്ങനെ എല്ലാവരും ലിഫ്റ്റിൽ കയറി അവിടെ ചെന്നപ്പം ഡാഡി നമ്മളെയും കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിക്കണില്ല, നമുക്കത് മുതലാവില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിനിമ മാത്രം കണ്ടു, വേറെ ഒന്നും കാണാൻ നിന്നില്ല. അപ്പോൾ എന്തോ ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവിടെ ചിപ്സും കാര്യങ്ങളൊക്കെ പേ ചെയ്തിട്ടാണ് കേട്ടോ, ഫ്രീ അല്ല. അവരുടെ ഫോട്ടോസും പ്രൊമോഷൻ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവം അവിടെ അവർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി ആങ്ങളെയും പെങ്ങളും അതിനെക്കുറിച്ച് അവലോകനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫുൾ ടൈം ഇങ്ങനെ
അവലോകനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു രാവിലത്തെ ഷോ കൊണ്ട് തന്നെ അവിടെ ക്ലീനിങ് പ്രോസസ്സ് അവർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പം വന്ന് വിളിച്ചു, ദേ സ്ക്രീൻ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് വേഗം പോയി. കറക്റ്റ് നടുക്കുള്ള ഒരു സീറ്റാണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തുകൊണ്ട്. സ്ക്രീൻ സൈഡും ബുക്ക് ചെയ്തില്ല, ഏറ്റവും ബാക്കിലും ബുക്ക് ചെയ്തില്ല, ഒരു മിഡിൽ പാർട്ടിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഭംഗിയുണ്ടായിരുന്നു. ഇനി ബാക്കി വിശേഷം ഞാൻ വന്നിട്ട് പറയാം കേട്ടോ. നമ്മൾ ദൃശ്യമൊക്കെ കണ്ടിട്ട് വന്നു കേട്ടോ. എനിക്ക് വലിയ സുഖമില്ല, പനി തുടങ്ങിയിട്ടുണ്ട്. ചാക്കോനും പനിയാണ്. പനി വിട്ടും പോയി വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നമ്മൾ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് അവനൊരു സുഖമില്ല. അച്ഛന് വന്ന വരെ നെക്സ്റ്റ് ഡേ അവന് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താണെന്നറിയില്ല. ഓ മുടി വെളുത്തോ? ഹായ് പറയുന്നു. ഫാൻ കാണിച്ചു കൊടുക്കും. കുറെ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, തോമുന് ഭയങ്കര ക്ഷീണമായല്ലോ, തോമു ഭക്ഷണം കഴിക്കാൻ വളരെ പിന്നോക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വെക്കേഷൻ വന്നപ്പം ഭക്ഷണമേ കഴിക്കണില്ല അല്ലേ. അവന് തോന്നുമ്പോ അവൻ ഭക്ഷണം കഴിക്കും, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ക്ഷീണിച്ചാണ്. പിന്നെ നല്ലപോലെ പൊക്കം വെച്ചു. എനിക്കൊന്നും ഇവിടുത്തെ പാരമ്പര്യം തോന്നുന്നു, പൊക്കം വെക്കുന്ന കൂട്ടത്തിലാണ്. ചാക്കോ അങ്ങനെയല്ല, എന്റെ പാരമ്പര്യമാണ്, ഇങ്ങനെ കൂരടയ്ക്ക പോലെ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പൊ നാളെ കൂടെ ഇവർക്ക് ഫസ്റ്റ് സ്കൂളുള്ളൂ. ടുമോറോ ഇസ് ദി ലാസ്റ്റ് ഡേ തോമു. പിന്നെ ഹോളിഡേ. നിന്റെ എല്ല് കാണുന്നു, നേരെ നിക്ക്. ഓക്ക് കാണിക്കണം കാട്ടായം. ഓ അങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ. ഇവരെങ്ങനെയാന്ന് വെച്ചാല് ഒന്നും കൂടെ തള്ളി എല്ല് കാണിക്കുന്ന ഒരു സ്വഭാവമാ. കണ്ട നോർമലി നിൽക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. നോർമലി നിൽക്കുമ്പോ ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ അതിനു വേണ്ടി അവൻ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോ അവന്റെ എല്ലും വാരിയെല്ലും ഒക്കെ അവന്റെ കാണുന്നുണ്ട്. അവിടെ പോയിരുന്ന തോമു ഗുഡ് ബോയ് ആയിട്ട്. കണ്ടു, എല്ലാരും കണ്ടു. തോമു അവിടുന്ന് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ അപ്പൊ വലിയ സുഖമൊന്നുമില്ല. സിനിമ കണ്ടിട്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചാ കുഴപ്പമില്ല. നമ്മള് അതിന് ഓൾറെഡി ജിത്തു ജോസഫ് സാറ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഓവർ എക്സ്പെക്ടേഷൻ ആയിട്ട് പോകരുത്. എന്തായാലും ഈ കഥയ്ക്ക് ഫുൾ സ്റ്റോപ്പ് വീണിട്ടില്ല. ഇനി എന്തായാലും ഒരു 4 കാണും എന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും കൊള്ളാം. ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണല്ലോ, കൊള്ളാം. ബട്ട് ആദ്യത്തെ രണ്ടാമത്തെ വെച്ച് നോക്കുമ്പോ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് മൂപ്പറുടെ എഫേർട്ട് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ സ്റ്റോറി ഉണ്ടാക്കുക എന്നുള്ളത് വലിയൊരു ജോലിയാണല്ലോ. അങ്ങനെ അപ്പം ചാക്കോന് ഞാൻ ഫോൺ കൊടുത്ത് ഇരുത്തിയേക്കാണ്. എന്നാലും എനിക്ക് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കി ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ തോമസേ ബായ്, നാളെ കാണാന്ന് പറ. സ്ലോലി പറയൂ. യു ഓക്കേ, ലവ് യു ഓൾ പറയൂ. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് എവിടെയാ പോണം? ഭവൻസിലേക്ക്. ഭവൻസ്കൾ. അപ്പൊ എല്ലാവർക്കും ബൈ. അപ്പം എനിക്ക് പറ്റിയാൽ ഒന്ന് കിടന്നുറങ്ങണം. കാരണം എനിക്ക് തല പൊട്ടിത്തെറിക്കുകയാണ്. അതിന് ശേഷം വേണം എനിക്ക് ബിസിനസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാനായിട്ട്. നമ്മൾ രാവിലെ ഇട്ടുകൊണ്ട് പോയി ലിപ്സ്റ്റിക്കാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊന്ന് മുഖം കഴുകി, അപ്പൊ കുറച്ചങ്ങ് പോയിട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നമുക്ക് വീണ്ടും കാണാം. See you.